കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യമായി ഈശോ ഇതാ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവ് അവൻ്റെ കരുണയും സ്നേഹവുമെല്ലാം നമുക്ക് പകർന്നു നൽകുന്ന ദിവ്യ കാരുണ്യത്തിൻ്റെ കരുണയുടെ തിരുമണിക്കൂറിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ അനുഗ്രഹിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് ഹൃദയത്തിൽ ആരാധിക്കാം. ആരാധനയിൽ വാഴുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി ആരാധിച്ച് സ്തുതിച്ച് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, കരുണയുടെ തിരുമണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിതൻ്റെ ചില ആറ്റിറ്റ്യൂഡുകൾ, ചില മനോഭാവങ്ങൾ നമുക്ക് സായുക്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു രീതി എന്നത് ഏതൊരു ചോദ്യത്തിനും ഉത്തരം കിട്ടണമെന്നും ഏതൊരു തെറ്റിനും തെറ്റു ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഏത് പ്രശ്നങ്ങൾക്കും എത്രയും വേഗം പരിഹാരം നേടണമെന്നതുമൊക്കെയാണ്. ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ മറ്റുള്ളവർ നമുക്ക് ഉത്തരം നൽകാതെ അവരുടെ ശ്രദ്ധയൊക്കെ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഭഗ്നാശരായിക്കൊണ്ട് നിരാശ നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രൂശിതൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടണമെന്നില്ല, എല്ലാ തെറ്റുകൾക്കും അർഹമായ ശിക്ഷ ലഭിക്കണമെന്നുമില്ല. ക്രൂശിതൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അന്യായമായ വിധി അവൻ്റെ മേൽ ആരോപിച്ചപ്പോഴും തെറ്റായ നിലപാടുകൾ അവനെതിരെ എടുത്തപ്പോഴും അവൻ പാലിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. വളരെ സൈലൻ്റായി നിശബ്ദതയോടെ എല്ലാ പീഡകളെയും ഏറ്റെടുക്കുന്ന ദൈവം. അതെ, അതവൻ പീലാത്തോസിൻ്റെ മുമ്പിലും ജനപ്രമാണികളുടെ മുമ്പിലുമൊക്കെ സ്വീകരിക്കുന്നൊരു നിലപാടായിരുന്നു. അതികഠോരമായ പീഡകൾ സഹിച്ചപ്പോഴും നിശബ്ദതയോടെ സഹിക്കുന്ന ക്രൂശിതനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുരിശ് ചുമന്നപ്പോൾ, കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നിശബ്ദനായി അതെല്ലാം സഹിക്കുന്ന കർത്താവിനെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മളെപ്പോലെ കർത്താവിന് കുരിശുകൾ ഏറ്റെടുത്തപ്പോൾ, അന്യായമായിട്ട് വിധിക്കപ്പെട്ടപ്പോൾ, പീഡകൾ അവൻ ഏറ്റെടുത്തപ്പോൾ അവനും പ്രതികരിക്കാമായിരുന്നു. മറ്റുള്ളവരെ അവനും വിമർശിക്കാമായിരുന്നു, സ്വയം നീതീകരിക്കാമായിരുന്നു. തന്നെ പീഡിപ്പിച്ചവർക്കെതിരെ അവന് വേണമെങ്കിൽ ശബ്ദമുയർത്താമായിരുന്നു. അനീതികൾ, കള്ളത്തരങ്ങൾ, കാപട്യം എന്നിവയ്ക്കെതിരെ നിലപാട് എടുക്കാമായിരുന്നു. എന്നാൽ ക്രൂശിതനെ നിശബ്ദതയോടെ എല്ലാം സഹിക്കുന്നവനായിട്ടാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയും മാർ യൗസേ പിതാവുമൊക്കെ സഹനങ്ങളും ജീവിത പ്രതിസന്ധികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ നിശബ്ദതയോടെ അതെല്ലാം സ്വീകരിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മ സ്വീകരിച്ച നിശബ്ദത
അവളെ ജീവിതത്തിൽ കൂടുതൽ പരിശുദ്ധിയുള്ളവളാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവിൻ്റെ ഹിതമെന്തെന്ന് അറിഞ്ഞവൻ ആ ഹിതം നിറവേറ്റുവാൻ സ്വീകരിച്ച ഒരു നിലപാടാണ് നിശബ്ദത എന്ന് പറയുന്നത്. വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവിടെ അധികമായ പ്രസംഗങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഈശോയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ആ വ്യക്തത, അത് നിശബ്ദതയിലൂടെ എല്ലാം പൂർത്തിയാക്കി നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന തിരുമൊഴിയോളം എത്തി നിൽക്കുന്ന ആത്മസമർപ്പണമാണ്. സഹനത്തിൽ പിതാവിനോട് ഐക്യപ്പെടുന്ന തിരുമൊഴികളോടൊപ്പം അവൻ സ്വീകരിച്ച നിശബ്ദത നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനാണ് ശരിയെന്ന് സ്ഥാപിക്കുവാനായിട്ട് ജീവിതത്തിൽ നാം മുറവിളി കൂട്ടുന്നുണ്ടെങ്കിൽ, സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കുവാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ കടന്നു വരുന്നുണ്ടെങ്കിൽ, ഒരു വാക്കിന് പകരം 1000 വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന, ജീവിത പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, എല്ലാറ്റിനും ഉത്തരം കൊടുക്കണമെന്നും എല്ലാ തെറ്റുകൾക്കും ശിക്ഷ ഉറപ്പാക്കണമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടണമെന്നുമൊക്കെയുള്ള ശാഠ്യം പിടിക്കാതെ ക്രൂശിതനെ അനുധാവനം ചെയ്യുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിൻ്റെ ഈ മനോവികാരം, നിശബ്ദത നമ്മെ കൂടുതൽ പ്രശോഭിപ്പിക്കും. അഭിഷേകം, കൃപ, ദൈവീക സാന്നിധ്യമൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ഒഴുക്കും. ചില നിശബ്ദതകൾ അനീതിയും അക്രമവും വളർത്തുന്നുവെങ്കിൽ, ദൈവഹിത പൂർത്തീകരണമായ നിശബ്ദത, അത് നൽകുന്ന വ്യക്തത വലിയ ആത്മസമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കും. നിശബ്ദത എന്ന ദൈവീക ഹിതത്തിൻ്റെ വ്യക്തത നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ, മാർ യൗസേ പിതാവിനെ പോലെ രക്ഷയിലേക്ക് നയിക്കുന്ന ആ നിശബ്ദത നമുക്ക് ജീവിതത്തിൽ സായുക്തമാക്കാം. അതിലൂടെ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ ആ നിത്യരക്ഷ ജീവിതത്തിൽ, ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ഈ പീഡാസഹനത്തിൻ്റെ തിരുമണിക്കൂറിലൂടെ, കൃപയുടെ തിരുമണിക്കൂറിലൂടെ, സഹനത്തിൻ്റെ തിരുമണിക്കൂറിലൂടെ, കരുണയുടെ സ്നേഹത്തിൻ്റെ തിരുമണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ നിശബ്ദത നമ്മെ നയിക്കട്ടെ. ക്രൂശിതനെ അനുധാവനം ചെയ്യുന്നതിനുള്ള ശക്തി നമുക്ക് നൽകട്ടെ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരെ നമുക്ക് പ്രത്യേകം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ അവരിലേക്ക് ഒഴുക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് കർത്താവെ സൗഖ്യം പകർന്നു നൽകണമേ. കിടപ്പ് രോഗികളായ പലരും ഈ നിമിഷങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്നിരുന്നു കൊണ്ട് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി, നിൻ്റെ സ്നേഹത്തിന് വേണ്ടി കർത്താവെ അവർ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കിടപ്പ് രോഗികളെയും കർത്താവെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വഴിപൊട്ടി നിൽക്കുന്നവരെ ഈശോയെ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരെ വിശുദ്ധീകരിച്ച് കഴുകി നിൻ്റെ തിരുഹൃദയത്തിനോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്ന നിയോഗത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ആരാധന 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 യേശുനാഥ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.